ചാരിയൂറ്റുന്ന വാഴമുട്ടനും കഞ്ഞി കൊടുത്ത് റീൽസ് ഇടുന്ന പ്രാഞ്ചികളും. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? പിള്ളേരുണ്ടോ? ഇല്ല. പിള്ളേരുണ്ടാവുമോ? പ്രതീക്ഷയുണ്ട്. ചേട്ടൻ്റെ പേര് പറ. ജലാൽ. മുസ്ലിം ആയില്ലയോ? ചേച്ചിയുടെ പേര് പറ. ചേച്ചിയുടെ പേര് പറ. ഷാജിലയ്ക്കും ജലാലിനും പിള്ളേരുണ്ടാവും. ഒന്നിൽ കൂടുതൽ മക്കളുണ്ടാകും. നിങ്ങളെ തലമുറയും കൊണ്ട് ഇവിടെ വന്ന് യേശുവിന്റെ സാക്ഷിയാകും. ദുഡമന ഹടഗദന ഘടക ശബ്ദരാധന ഹർമ്മമന ഘടക ശബ്ദരാധന. നിന്റെ തലവര തീരുമാനിക്കുന്ന യൂട്യൂബർ അല്ല. നിന്റെ തലവര തീരുമാനിക്കുന്ന നിനക്കതിനെ എഴുതിയവനല്ല. ദാരിദ്ര്യത്തിന്റെ വളക്കൂറിൽ തഴച്ചു വളരുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ് ചാരിറ്റി കച്ചവടവും കമ്മ്യൂണിസവും. ദാരിദ്ര്യം എത്രത്തോളം ഒരു സമൂഹത്തിൽ വളരുമോ അത്രത്തോളം ഈ രണ്ട് പ്രസ്ഥാനങ്ങളും വളരും. ഇന്ന് കാണുന്ന പൗരോഹിത്യ സഭകളുടെ അവരുടെ പരിധി നിർണ്ണയിക്കുവാൻ കഴിയാത്ത വസ്തുവകകളും സമ്പത്തും സമാന്തര സമ്പദ് വ്യവസ്ഥയുമെല്ലാം ഈ ചാരിറ്റിയുടെ മറവിൽ കടത്തി അല്ലെങ്കിൽ തട്ടി ഉണ്ടാക്കുകയാണ്. അതുപോലെ ഇന്ന് നാം കാണുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ക്യാപിറ്റലിസ്റ്റ് കോർപ്പറേറ്റ് പ്രസ്ഥാനങ്ങളെ വെല്ലുന്ന ആസ്ഥാന മന്ദിരങ്ങളും മാധ്യമ സ്ഥാപനങ്ങളും എല്ലാം തൊഴിലാളി വർഗത്തിന്റെ പേര് പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. അന്നും ഇന്നും വിശ്വാസികളുടെയും തൊഴിലാളികളുടെയും അവസ്ഥ ഏതാണ്ട് ഒന്ന് തന്നെയാണ്. പൗരോഹിത്യ പ്രസ്ഥാനങ്ങളുടെ ചുവടുപിടിച്ച് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളും ന്യൂജൻ പൈശാചിക പ്രസ്ഥാനങ്ങളും എല്ലാം ക്ലച്ച് പിടിച്ചത് ഈ ചാരിറ്റി അഥവാ ചാരി ഊറ്റി കച്ചവടം കൊണ്ടാണ്. അമർത്തിക്കുലുക്കി കൊടുത്താൽ നിനക്ക് സമൃദ്ധിയായി കിട്ടും, എരുമയെ വളർത്തിക്കൊണ്ട് നടന്ന നിന്നെ ബിൽഗേറ്റ്സ് ആക്കും, ഭൂമിയിൽ നീ പാവങ്ങൾക്ക് കൊടുത്താൽ സ്വർഗത്തിൽ നിന്റെ നിക്ഷേപം വർദ്ധിക്കും എന്നൊക്കെ കേൾക്കുമ്പോൾ പ്രാഞ്ചികൾ വാരിക്കോരിക്കൊടുക്കും. മധ്യ തിരുവിതാംകൂർ, പ്രത്യേകിച്ച് പത്തനംതിട്ട, തിരുവല്ല, കുമ്പനാട്, റാന്നി പോലെയുള്ള ഈ മേഖലയിലുള്ള ആളുകളാണ് ഇത്തരം പൈശാചികദാസന്മാരുടെ വലയിൽ വീണു പോകുന്നത്. നാട്ടിൽ പട്ടിണിയും പരിവട്ടവുമായി ഒക്കെ നടന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പോയി അല്പം കാശൊക്കെ ആയി കഴിഞ്ഞാൽ അവരെ ഇത്തരം പൈശാചികദാസന്മാർ ചെന്ന് ചെറുതായി ഒന്ന് കിളത്തിയാൽ അവർ വീണു പോകും. അമ്മാമേ, നിങ്ങൾ പഴയ കൂറകളല്ല, ഇവിടെ ഉള്ളവരൊക്കെ നിങ്ങളെ ഒന്ന് കാണട്ടെ, നിങ്ങളെ ആ കൊടുപ്പ് കണ്ട് കണ്ണു തള്ളട്ടെ എന്നൊക്കെ പറയുമ്പോൾ വല്ലവൻ്റെയും കണ്ണു തള്ളുമല്ലോ എന്ന് കരുതി നാട്ടിലേക്ക് വരുവാൻ വണ്ടിക്കൂലി കടം മേടിച്ചു വന്നവർ പോലും പറ്റാവുന്ന പോലെ അമർത്തിക്കുലുക്കി ഇട്ടുകൊടുക്കും. അവർ ഏതെങ്കിലും ഒരു പാവത്തിന് ഒരു ചെറിയ പാളയന്തോടമ്പഴം മേടിച്ചു കൊടുത്താൽ അത് വലിയ വീഡിയോ ആക്കിയും റീൽസ് ആക്കിയും ആഘോഷിക്കും. ഇതൊക്കെ കാണുമ്പോൾ ചെറിയൊരു സുഖം. വചനക്കൊള്ളയോടൊപ്പം ചാരിയൂറ്റി കച്ചവടവും നടത്തുന്ന ഒരു പൈശാചികദാസന്റെ ചെയ്തികളാണ് ഇന്ന് ശ്രീ റോണി നിങ്ങളോട് വിശദമായി സംസാരിക്കുവാൻ പോകുന്നത്. കുളനടയിൽ പാതിരാത്രി പെണ്ണുപിടിക്കാൻ പോയി നാട്ടുകാർ അവനെ കെട്ടിയിട്ടടിച്ച് പോലീസിന് കൈമാറുന്നതുൾപ്പെടെയുള്ള ഇവന്റെ തരിടകൾ ഞങ്ങൾ നേരത്തെ നിരവധി തവണ കൊടുത്തിട്ടുണ്ട്. വണ്ടിക്ക് നമ്പരും ഇല്ലാതാ വന്നേക്കുന്നത്. ചിരിക്കുന്നതാണ് അവൻ, ചിരിക്കുന്ന നമ്പർ എടുക്കടാ, വീഡിയോ എടുക്കും. അവനെ ഒന്നും ചെയ്യാത്തവനെ പിന്നെ എന്തിനാ ജീപ്പേക്ക് ബിനു വാഴമുട്ടം. ഇവനാ ബിനു വാഴമുട്ടം. 2 മാസം തോൽപ്പിക്കാൻ വന്നേക്കുന്നു. ബിനു വാഴമുട്ടം പെണ്ണ് പിടിക്കാൻ നടക്കുന്നതാ. പാതിരാത്രി പെണ്ണ് പിടിക്കാൻ നടക്കുന്നതാ. അങ്ങനെ രക്ഷപ്പെടാൻ നോക്കണ്ട. ഇത് ഒരു വിശേഷം കൊണ്ട് ആ വണ്ടി നമ്മൾ കസ്റ്റഡിയിലുണ്ട്. കഞ്ചാവ് കച്ചവടക്കാരനായ ഭർത്താവിന്റെ മനസ്സ് മാറണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ഇവന്റെ പൈശാചിക കേന്ദ്രത്തിൽ ചെന്ന യുവതിയുടെ ആവശ്യവും അവിടെ വിലാസവും അടക്കം ലൈവിലൂടെ കൊടുത്ത് ഒടുക്കം ഈ പരിപാടിയെല്ലാം വെച്ച് മതിയാക്കി പണിയെടുത്ത് ജീവിച്ചു കൊണ്ടിരുന്ന ഭർത്താവിനെ ഇത് കണ്ട് പോലീസ് പൊക്കിക്കൊണ്ടുപോയ കാര്യവും ഞങ്ങൾ നൽകിയത് നിങ്ങൾ മറന്നിരിക്കാൻ ഇടയില്ലല്ലോ. പരസംഗത്തിന് പോയപ്പോൾ സമ്മാനമായി കിട്ടിയ സിഫിലിസ് മാറ്റുവാൻ രഹസ്യമായി പ്രാർത്ഥിക്കണമെന്ന് പറയുവാൻ ചെന്ന തങ്കപ്പന്റെ സിഫിലിസിനെ കുറിച്ചും ലൈവായി വിളിച്ച് പറഞ്ഞു കൊടുക്കാം. നാട്ടുകാരെല്ലാം അറിഞ്ഞ് തങ്കപ്പൻ നാട് വിട്ടു പോയ കാര്യവും നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. വളയ്ക്കാൻ വചനക്കൊള്ളയും ഊറ്റാൻ ചാരിറ്റിയുമാണ് ബെസ്റ്റ് എന്ന് മനസ്സിലാക്കി വാഴമുട്ടൻ ഒരു വീടൊക്കെ സംഘടിപ്പിച്ച് അത്തരം ഒരു കേന്ദ്രം ആരംഭിച്ചു. അവിടെ കുറച്ച് പ്രായമായവരെയൊക്കെ സ്പെസിഫിനുകളായി താമസിപ്പിച്ചു. കല്യാണം വന്നാലും അടിയന്തരം വന്നാലും പിറന്നാൾ വന്നാലും അവിടെ ആഘോഷിക്കാം എന്ന് പറഞ്ഞ് ആളുകളുടെ കയ്യിൽ നിന്നും പണം വാങ്ങി അത്
4-5 വീഡിയോഗ്രാഫർമാരെ നിർത്തി പല രീതിയിൽ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ റീൽസും വീഡിയോയുമായിട്ട് കാശുണ്ടാക്കുക ആണിപ്പോൾ പ്രധാന പരിപാടി. കഞ്ഞി കുടിക്കുന്നവൻ്റെ സ്പൂൺ മേടിച്ച് അയാൾക്ക് കോരി കൊടുക്കുന്ന രീതിയിൽ നിൽക്കുന്ന എരുമബിനുവിൻ്റെ ഫോട്ടോ ആണ് പ്രൊഫൈൽ പിക്ചർ. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്ന നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഗാന്ധിഭവൻ, കോട്ടയം മെഡിക്കൽ കോളേജിന് സമീപം ദിവസവും ആയിരക്കണക്കിന് രോഗികൾക്ക് ഭക്ഷണവും സൗജന്യ താമസവും മരുന്നുകളും ഒക്കെ നൽകുന്ന ആശ്രയ പോലെയുള്ള നിരവധി സ്ഥാപനങ്ങൾ. അവർക്കെല്ലാം അപമാനമാണ് ഈ വാഴമുട്ടൻ. 365 ദിവസവും അവർ സാധുക്കൾക്ക് അന്നം നൽകുന്നുണ്ട്. അവരാരും രോഗികൾക്ക് ഭക്ഷണമോ മരുന്നോ കൊടുക്കുന്നത് എടുത്ത് വീഡിയോ പിടിക്കുന്നില്ല, റീൽസ് ഇടുന്നില്ല. അവർക്ക് കിട്ടുന്ന അവാർഡുകളും അംഗീകാരങ്ങളും പോലും അവർ പ്രസിദ്ധപ്പെടുത്തുന്നുമില്ല. ദുരിതത്തെ, വിശപ്പിനെ പോലും ചൂഷണം ചെയ്ത് പണം തട്ടുന്ന ഈ വാഴമുട്ടനെ കുറിച്ച് ശ്രീ റോണി പറയുന്നത് കേൾക്കുക. എരുമ വളർത്തൽ മോശം പണിയൊന്നുമല്ല. ആകെയുള്ള ഉപജീവന മാർഗമായിരുന്ന എരുമയെ പിടിച്ചു വിറ്റ് അതിനുശേഷം ജീവിതത്തിൽ ഇന്നുവരെ ഒരു പണിയും ചെയ്യാത്ത, കാര്യമായ വിദ്യാഭ്യാസമില്ലാത്ത, വാഴമുട്ടത്തുകൂടി കരപ്പനം പിടിച്ചുകൊണ്ട് നടന്ന ബിനു ഇന്ന് ചാരി ഊറ്റി നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കോടീശ്വരനായി മാറി. ദൈവമെല്ലാം കൊടുത്തതാണ് എന്നാണ് വാഴമുട്ടൻ പറയുന്നത്. കാശായപ്പോൾ പാതിരാത്രി സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീടുകളിൽ പോയി പ്രാർത്ഥന, വലിപ്പം വെക്കുവാൻ ഓൺലൈനിൽ മരുന്നുകൾ മേടിച്ച് തേക്കൽ, ദൈർഘ്യം കൂടുവാൻ ടാബ്ലറ്റുകൾ, എതിർക്കുന്നവർക്ക് കൊട്ടേഷൻ, ഇതിനൊക്കെ ചിലവുണ്ട് കേട്ടോ. ഇനി റോണിയുടെ വാക്കുകളിലേക്ക്. ഇന്ന് ഈ വിഷയം ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ആദ്യമേ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം ഈ വിഷയത്തിന് 2 തലമുണ്ട്. മനസ്സിൽ യഥാർത്ഥ സ്നേഹമില്ലാത്തവർ ഇതിൻ്റെ മറുതലമേ ചിന്തിക്കാനായിട്ട് സാധ്യതയുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന വിഷയം മുഴുവൻ കേട്ടിട്ട് ഈ പറഞ്ഞ വിഷയത്തോട് എതിർപ്പുള്ളവർ അവരുടെ കമൻറ്റിലൂടെ പ്രതികരണങ്ങൾ അറിയിക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യത്തിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷയം എന്നെ അത്രമാത്രം വേദനിപ്പിച്ചത് കൊണ്ടാണ് ഇത് ഇവിടെ സംസാരിക്കാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ആത്മീയ മേഖലയിലെ പല തട്ടിപ്പുകളെക്കുറിച്ചും ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. പല പാസ്റ്റർമാരെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, പാതിരിമാരെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിനൊക്കെ അവർ തന്നെ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ അവർ നടത്തുന്ന ഓരോ പ്രഹസനങ്ങൾ അതേ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ തുറന്നു കാട്ടിയിട്ടുമുണ്ട്. ഞാൻ ഇതിനു മുമ്പും പലതവണ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പാസ്റ്ററോ പുരോഹിതനോ അല്ല, ഒരു സാധാരണ വ്യക്തിയാണ്. ജീവിതത്തിൽ ഇന്നേ വരെ ദൈവവചനം കാശിന് വിറ്റ് ഞാൻ പണം സമ്പാദിച്ചിട്ടില്ല, ഇനി സമ്പാദിക്കാനൊട്ട് ഉദ്ദേശിക്കുന്നുമില്ല. ദൈവത്തിൻ്റെ പേരിൽ ഇന്ന് വരെ ഒരു പബ്ലിസിറ്റി ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനെന്ന വ്യക്തി ഇവിടെ പ്രസക്തമല്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ വഴി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില സത്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന ആഗ്രഹത്തോടുകൂടി ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അത് അവതരിപ്പിക്കപ്പെട്ടത്. ഇനിയും ഞാൻ പറയാൻ പോകുന്ന ഈ വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വീഡിയോ എന്നിൽ ഒരുപാട് വേദനയുണ്ടാക്കിയൊരു വീഡിയോ ആണ്. ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് മുഴുവനും നൽകാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല. പക്ഷേ ഈ വിഷയം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ഇവിടെ നൽകിയിരിക്കുന്നത്. കാരണം നാളെ ആരെങ്കിലും ഇതുപോലെയുള്ള പ്രഹസനങ്ങളിലൂടെ ഞങ്ങൾ എന്തോ വലിയ കാര്യങ്ങൾ ചെയ്തു അല്ലെങ്കിൽ ചെയ്യുന്നു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ധരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ഒരു വട്ടം ചിന്തിക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ഇതിവിടെ അവതരിപ്പിക്കുന്നത്. അതായത് ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെടണം, ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓരോ ക്രിസ്ത്യാനിയുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശുദ്ധ തിരുവചനമാണ്. ആ വിശുദ്ധ തിരുവചനത്തിൻ്റെ സത്യങ്ങൾക്കനുസരിച്ച് വേണം ഓരോ ക്രിസ്ത്യാനിയും പ്രവർത്തിക്കുവാനായിട്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം, മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം, റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം, യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം, ഈ അധ്യായങ്ങളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വാക്യം വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഏതാണ് ആ വാക്യം എന്നറിയാം? വാക്യം ഇതാണ്: നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നാം നമ്മെ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നമുക്ക് എത്രമാത്രം ആദരവും ബഹുമാനം കിട്ടണമെന്നും സ്നേഹം കിട്ടണമെന്നും പരിഗണന കിട്ടണമെന്നും നാം ആഗ്രഹിക്കുന്നുവോ, അതേ സ്നേഹവും ബഹുമാനവും നാം നമ്മുടെ അയൽക്കാരനും നൽകണം. അതുകൊണ്ട് എനിക്ക് എത്രമാത്രം റെസ്പെക്റ്റും ബഹുമാനവും സമൂഹത്തിൽ നിന്ന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ
അതേ ബഹുമാനവും സ്നേഹവും എൻ്റെ അയൽക്കാരനും കൂട്ടുകാരനും സഹോദരനും നൽകുവാനായിട്ട് ഞാൻ ബാധ്യസ്ഥനാണ്. അതാണ് ഈ അധ്യായങ്ങളിലൂടെ ഈ ബൈബിൾ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ബിനു വാഴമുട്ടം എന്ന ന്യൂജൻ പെന്തക്കോസ്തുകാർ, അഭിഷക്തൻ എന്ന പേര് പറഞ്ഞ് ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന ഹൃദയമില്ലാത്ത അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമയായ ഒരു മനുഷ്യനെ പറ്റിയാണ്. ഇവൻ വൃത്തികെട്ട മനസ്സിൻ്റെ ഒരു ഉടമയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ളവന് മാത്രമേ ഇതുപോലെയുള്ള ഒരു വീഡിയോ എടുത്ത് തൻ്റെ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇതുപോലെ ഇനിയും ഇവൻ്റെ കൂട്ടോ ഓരോ വൃത്തികെട്ടവന്മാരും ഇതുപോലെയുള്ള കോപ്രായങ്ങൾ കാണിച്ച് മറ്റുള്ളവരുടെ ഒരു നേരത്തെ വിശപ്പിനെ മുതലെടുത്ത് അവരെ വിൽപ്പനച്ചരക്കാക്കി സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിച്ച് ഞാൻ എന്തോ ദിവ്യനാണെന്ന് കാട്ടിക്കൂട്ടുന്ന ഓരോ വൃത്തികെട്ടവന്മാർക്കുമുള്ള ഓരോ താക്കീതായിരിക്കണം ഈ സംഭവം എന്നുള്ളത് കൊണ്ടാണ് ഞാനിതിവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള വൃത്തികെട്ട അഭിഷക്തന്മാരെ സപ്പോർട്ട് ചെയ്ത് ചില സ്ത്രീകളും പുരുഷന്മാരും ഇറങ്ങും. ഞങ്ങളുടെ അഭിഷക്തനാണ്, അപ്പോസ്തലനാണ്, ദിവ്യനാണ്, ദൈവമാണെന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് തെറി പറഞ്ഞ് കമൻ്റ് എഴുതി അവർ ചോദിക്കും, ഞങ്ങളുടെ അഭിഷക്തൻ ഒരു നേരത്തെ ഭക്ഷണമല്ലേ കൊടുക്കുന്നത്? അയാൾ കുറച്ച് ആൾക്കാരെ അല്ലേ സഹായിക്കുകയും ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് പ്രചോദനമാകാൻ വേണ്ടിയിട്ടല്ലേ ആ വീഡിയോ എടുത്ത് യൂട്യൂബിൽ കൊടുത്തിട്ടുള്ളത്? അപ്പോൾ അതിനൊക്കെയുള്ള മറുപടിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ജീവിതത്തിൽ ആശയറ്റവർ, ആലംബഹീനർ, അനാഥർ നമ്മുടെ ചുറ്റുപാടിൽ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. അവർക്കൊരു നേരത്തെ ആഹാരം നൽകി, ഒരിറ്റ് സ്നേഹം നൽകി കരുതേണ്ടത് നമ്മുടെ ചുമതല തന്നെയാണ്. നാം നമ്മെ തന്നെ അവരിൽ കാണണം, ഒരു സംശയവുമില്ല കാര്യത്തിൽ. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു നേരത്തെ ആഹാരം നൽകുമ്പോൾ, ഇവിടെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ഊണാണ് അവിടെ നൽകിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതിന് മാത്രം ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ചതാണ്, അതിന് മാത്രമായിട്ടുള്ള വിഭവങ്ങളൊന്നും അവിടെ സെർവ് ചെയ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല അവിടെയുള്ള വീഡിയോഗ്രാഫറുടെയും ഫോട്ടോഗ്രാഫറുടെയും ഒക്കെ എണ്ണത്തിനനുസരിച്ചുള്ള കറികൾ പോലും അവിടെ വിളമ്പിയിട്ടില്ല എന്നുള്ളതാണ് ആ വീഡിയോ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യം. കാരണം അതിനേക്കാട്ടിലും കൂടുതൽ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറും അവിടെ നിന്ന് അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അവിടെ കണ്ട കുറേ കുഞ്ഞ് മക്കളും കുറച്ച് വൃദ്ധജനങ്ങളും ഒരു നേരത്തെ വിശപ്പടക്കാനായിട്ട് ആരുടെയെങ്കിലുമൊക്കെ സഹായം പ്രതീക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് അവർക്കൊരു പരാതി ഒരിക്കലും ഉണ്ടാവുകയില്ല. ഇവിടെ അവർക്ക് കൊടുത്ത ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രശ്നമില്ല. എൻ്റെ പ്രശ്നം ജീവിതത്തിൽ ഇതുപോലെ ഒറ്റപ്പെട്ടു പോയവർ, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ആരുടെയെങ്കിലും കാരുണ്യം കൂടിയേ തീരൂ എന്ന അവസ്ഥയിൽ ജീവിക്കുന്നവർ, ഇവരെ വിൽപ്പനച്ചരക്കാക്കി തൂക്കി വിൽക്കുന്ന ഇതുപോലെ വൃത്തികെട്ട മനസ്സിൻ്റെ ഉടമകളായ അഭിഷക്തന്മാരോടാണ് എൻ്റെ പ്രശ്നം. ഇവിടെ ഈ മരവാഴ ബിനു കാണിക്കുന്ന കോപ്രായം എന്തോ ആണെന്നുള്ളത് നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മനസ്സിലാവും. മറ്റുള്ളവരോട് യാതൊരു അനുകമ്പയും സ്നേഹവുമില്ലാതെ ലാഭക്കൊതി പൂണ്ട് കുറച്ച് അനാഥ കുട്ടികളെയും വൃദ്ധജനങ്ങളെയും സംരക്ഷണം നൽകുന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി ഇവനും ഇവൻ്റെ കൂട്ട് ചില വിളവന്മാരായിട്ടുള്ള പാസ്റ്റർമാരും പാതിരിമാരും കാശുണ്ടാക്കുന്നുണ്ട്. 3-4 ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരെയും കൊണ്ട് നിർത്തി ഈ പാവങ്ങൾ ഒരു നേരത്തെ വിശപ്പടക്കാൻ തങ്ങളുടെ ആഹാരത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവരുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് ഞാൻ എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യുന്നെന്ന് വരുത്തി തീർക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള തംബ്നെയിൽ കൊടുത്ത് യൂട്യൂബിലൂടെ അതൊക്കെ അവതരിപ്പിക്കുമ്പോൾ ക്രൂരനായ ഈ അഭിഷക്തനെന്ന് പറഞ്ഞ കള്ളപ്പേരി നടക്കുന്ന ഈ കള്ളൻ്റെ പ്രവർത്തികൾ കണ്ടിട്ട് വേണോ നിങ്ങൾക്ക് പ്രചോദനമുണ്ടാകാൻ? അങ്ങനെ പ്രചോദനമുണ്ടായി ചെയ്യേണ്ടതാണോ ഈ സൽപ്രവർത്തികൾ? ഇന്നത്തെ നാടിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി അന്നദാനം നടത്തുന്നവരാണ് കൂടുതൽ. അതൊരു സൽപ്രവൃത്തിയായിട്ട് ചെയ്യുന്നവരല്ല. തങ്ങൾക്ക് പേരെടുക്കണം. അതുപോലെ തന്നെ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്യണമെന്ന് ഉത്തേജനമുണ്ടായി ദയവ് ചെയ്ത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ സൽപ്രവർത്തികൾ ചെയ്യാൻ ഇറങ്ങരുത്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ചെയ്തിട്ടും കാര്യമില്ല. ഒരു നല്ല പ്രവൃത്തി ഒരാൾക്ക് ചെയ്യണമെങ്കിൽ അത് യൂട്യൂബിൻ്റെ ആവശ്യമില്ല, അത് ഉള്ളിൽ നിന്ന് വരേണ്ടുന്ന കാര്യമാണ്. ഇവിടെ തന്നെ ഈ മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വിദേശത്ത് ജോലി കിട്ടിയതും വിവാഹം നടന്നതുമായ സന്തോഷങ്ങൾ പങ്കിടാൻ വേണ്ടി അനാഥർക്ക്, ആരുമില്ലാത്തവർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. നല്ല കാര്യം. ജീവിതത്തിൽ പലരും തങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ ഇതുപോലെയുള്ള ആലംബഹീനരായ ആൾക്കാരുടെ കൂടെ പങ്കെടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. നിങ്ങൾ അത് ചെയ്യണം.
ദയവ് ചെയ്ത് അതിന് യാതൊരു മടിയും കാണിക്കരുത്. പക്ഷേ നിങ്ങളത് എങ്ങനെ ചെയ്യണം എന്നുള്ളതിലാണ് കാര്യം. തൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു കൂട്ടം ജനങ്ങളെ ഇങ്ങനെ അപമാനിക്കരുത്. ആകെ 10-15 പേർക്ക് കൊടുക്കുന്ന ഒരു ആഹാരം, 3-4 ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും. മരവാഴ ബിനുവിന് പബ്ലിസിറ്റി വേടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഫോട്ടോഗ്രാഫറെയും വീഡിയോഗ്രാഫറെയൊക്കെ അവിടെ അവതരിപ്പിച്ചത്. ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ചപ്പോൾ അവിടെ ഒരു പ്രായം ചെന്ന അപ്പച്ചൻ മാത്രമാണ് സ്പൂൺ ഉപയോഗിച്ച് കഴിച്ചത്. ബാക്കിയുള്ളവരെല്ലാം കൈകൊണ്ട് വാരി കഴിക്കുകയായിരുന്നു, കുഞ്ഞുങ്ങളടക്കം. ഇവിടെ ഈ പറയുന്ന ഈ കള്ളൻ അഭിഷക്തൻ കൈയും കൊണ്ട് ഉരുട്ടി വായി വെച്ച് കൊടുക്കാനായിട്ട് കയ്യിൽ ചോറ് പിറളും കേട്ടോ. അപ്പോൾ അതുമല്ല മറ്റൊരാളല്ലേ, അപ്പോൾ അതൊന്നും അനുവദിക്കത്തില്ല. അത്രയും വലിയ സ്നേഹവും കാരുണ്യമൊന്നുമില്ല. അതുകൊണ്ട് അവിടെ മര്യാദയ്ക്ക് സ്പൂൺ ഉപയോഗിച്ച് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന അപ്പച്ചൻ്റെ സ്പൂണ് പിടിച്ചു പറിച്ച് മേടിച്ച് അപ്പച്ചന് സ്പൂണ് വഴി കോരി കൊടുക്കുകയാണ് ഇവിടുത്തെ വാഴ അഭിഷക്തൻ. ഇവന് അപ്പച്ചനുള്ള സ്നേഹം കൊണ്ടാണെന്ന് ആർക്കും തോന്നരുത്. അവിടെ ഫോട്ടോഗ്രാഫറെയും വീഡിയോഗ്രാഫറെയും ഒക്കെ റെഡിയായിട്ട് നിർത്തിയിരിക്കുകയാണ് ആ സീന് ഷൂട്ട് ചെയ്യാനും ഫോട്ടോ എടുക്കാനായിട്ടും. എന്തിനാണ് ആ സ്പൂണും കൊണ്ടുള്ള കോപ്രായം ഇവിടെ കാണിച്ചത്? തൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു തംബ്നെയിൽ കിട്ടണം. ആ അപ്പച്ചൻ പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ തന്നെ കഴിച്ചോളാമെന്നോ, സമ്മതിക്കുന്നില്ല. പാവ അപ്പച്ചൻ അറിയില്ലല്ലോ ഇവൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്. നിങ്ങൾ ഇവൻ്റെ യൂട്യൂബ് ചാനൽ ആ വീഡിയോ നോക്കിയാൽ കാണാം. അതായത് അവൻ സ്പൂണും കൊണ്ട് കോരി കൊടുക്കുന്ന ആ ഫോട്ടോയാണ് ആ വീഡിയോയുടെ തംബ്നെയിലാക്കി ഇട്ടിരിക്കുന്നത്. ആ ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രഹസനങ്ങളൊക്കെ അവന് അവിടെ നിന്ന് കാണിച്ചത്. എന്നിട്ട് അതിന് പറ്റിയ ഒരു ടൈറ്റിലും ഞങ്ങൾ ഇങ്ങനെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ മരവാഴ അഭിഷക്തൻ ഇടേണ്ടിയിരുന്നത് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ള ടൈറ്റിലല്ല, ഞാൻ ഇങ്ങനെയാണ്. എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ചെറിയ ടൈറ്റിലൂടെ കൊടുക്കണം, ഒരിക്കലും നന്നായില്ല എന്നും. മക്കൾക്കങ്ങ് UK ജോലി കിട്ടിയാലും UK വെച്ച് കല്യാണം കഴിച്ചാലും കുഞ്ഞുങ്ങളുണ്ടായാലും നല്ല കാര്യം, സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്. ഇവൻ്റെ സഭയിൽ വരുന്നവർക്ക് മാത്രമേ UK ജോലി കിട്ടുകയുള്ളൂ, കല്യാണം കഴിക്കത്തുള്ളൂ, കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് കുറേ എണ്ണം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ത് സന്തോഷങ്ങളായാലും അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള സന്തോഷങ്ങളാണ്. അതല്ല, ആ സന്തോഷം യൂട്യൂബ് വഴി നാട്ടുകാരെ കൂടി അറിയിക്കണമെങ്കിൽ കുഴപ്പമില്ല, അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം കൂടി തന്നെയാണ്. പക്ഷേ ഒന്നും അറിയാത്ത ഈ പാവം കുഞ്ഞുങ്ങളെ, ആരോരുമില്ലാത്ത ഈ പാവം കുഞ്ഞുങ്ങളെ വെച്ച് പബ്ലിസിറ്റി ചെയ്യരുത്, അതിനുവേണ്ടി ബലിയാടാക്കരുത്. പാവം പിടിച്ച വൃദ്ധജനങ്ങളെ ഇതിനുവേണ്ടി ഉപയോഗിക്കരുത്. ഈ സ്പൂൺ കോരി അഭിഷക്തനാണ് ഇന്നത്തെ ആത്മീയ മേഖലയിലെ തണൽ മരങ്ങൾ. നിങ്ങളുടെ ഈ സ്പൂൺ കോരി അഭിഷക്തനെ സപ്പോർട്ട് ചെയ്ത് ഇറങ്ങിക്കോണം അമ്മാമ്മമാർ. ഇതുപോലത്തെയുള്ള പ്രഹസനങ്ങൾ രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാം. അവർ വോട്ടിന് വേണ്ടിയിട്ടും അധികാരത്തിന് വേണ്ടിയും കാണിക്കുന്നുള്ളതാണ്. പക്ഷേ ക്രിസ്തീയ സമൂഹത്തിൽ നിൽക്കുന്ന ഇതുപോലത്തെ സ്പൂൺ കോരി അഭിഷക്തന്മാർ ഇത് കാണിക്കുമ്പോഴാണ് നമുക്കൊക്കെ സങ്കടം വരുന്നത്. ഈ വീഡിയോയിൽ എവിടെയെങ്കിലും ഈ സ്പൂൺ കോരി അഭിഷക്തൻ ഇരുന്ന് കഴിക്കുന്നതോ അല്ല ഇവൻ്റെ ഭാര്യയോ മക്കളോ ഇവൻ്റെ വീട്ടുകാരോ ഇവൻ്റെ കൂടെ നിന്ന മറ്റുള്ള മരവാഴ പാസ്റ്റേഴ്സോ ആരെങ്കിലും കഴിക്കുന്ന വീഡിയോ എന്താ അതിനകത്ത് ഇടാഞ്ഞത്? ഇവന്മാരാരെങ്കിലും അല്ലെങ്കിൽ ഈ മരവാഴ ബിനു അടക്കം ആരെങ്കിലും അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോയോ ഫോട്ടോ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതുപോലെയുള്ള ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നന്മ മരങ്ങളാകാനും തണൽ മരങ്ങളാകാനും ആരും ഇതുപോലെ ശ്രമിക്കരുത്, ഇറങ്ങരുത്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മേഖലയിൽ. വിശുദ്ധ തിരുവചനം അനുസരിച്ച് ഏതൊരു ക്രിസ്ത്യാനിക്കും അറിയാം, ഒരു നന്മ പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് യാതൊരു പബ്ലിസിറ്റിയുടെയും ആവശ്യമില്ല എന്നുള്ളത്. പലപ്പോഴും ദാരിദ്ര്യമായിട്ടുള്ള അവസ്ഥയിൽ കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ പഠനോപകരണങ്ങൾ പല ക്രിസ്തീയ സംഘടനകളും പല മറ്റുള്ള ചാരിറ്റി ചെയ്യുന്ന സംഘടനകളൊക്കെയും സൗജന്യമായിട്ട് ദാനം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്, അത് നിങ്ങൾ തുടരണം. പക്ഷേ അത് എങ്ങനെയാണ് തുടരേണ്ടെന്നുള്ളത് നിങ്ങൾ ഇനിയും ചിന്തിക്കണം. ഏതൊരു അപ്പനും അമ്മയ്ക്കും തൻ്റെ മക്കളെ അല്ലെ തൻ്റെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ സ്കൂളിൽ പറഞ്ഞയക്കണമെന്നാണ് ആഗ്രഹം, അല്ലെങ്കിൽ നല്ല രീതിയിൽ അവരെ വളർത്തണമെന്നാണ് ഏതപ്പൻ്റെ അമ്മയുടെയും ആഗ്രഹം. നല്ല ഡ്രസ്സുകൾ നൽകി, നല്ല ഭക്ഷണങ്ങൾ നൽകി, നല്ല പഠനോപകരണങ്ങൾ വാങ്ങിച്ചു നൽകി അവരെ കൂടുതലായിട്ട് പരിപാലിക്കണമെന്ന് ഏതപ്പനും അമ്മയും ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ പലർക്കും അതിന് സാധിച്ചെന്ന് വരികയില്ല. പലർക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലരുടെ സഹായങ്ങൾ ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് അവരെ ഈ സാഹചര്യങ്ങളിൽ സഹായിക്കാൻ വരുന്നവർ അവരുടെ സാഹചര്യത്തെയും ഇവരെയും മുതലെടുക്കാൻ ശ്രമിക്കരുത്. മാതാപിതാക്കളുടെ ഈ നിസ്സഹായ അവസ്ഥയെ മുതലെടുത്ത്
ഈ കുഞ്ഞുങ്ങളെ സമൂഹത്തിൻ്റെ മുൻപിൽ ഒന്നുമില്ലാത്തവരാണെന്ന് വരച്ചു കാട്ടി നൽകുന്ന ഈ സഹായങ്ങൾ കുറച്ചു പേരുടെയെങ്കിലും ഹൃദയത്തിൽ മുറിവേൽപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. സ്കൂളിൽ പോകാൻ സാമ്പത്തിക സ്ഥിതി അനുവദിക്കാത്ത കുഞ്ഞുങ്ങളെ തേടിപ്പിടിച്ച് ഈ സഹായങ്ങൾ അവരുടെ വീട്ടിൽ കൊണ്ടെത്തിച്ച് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും മനോഹരവും മഹത്വരവുമായിട്ടുള്ള കാര്യം. നിങ്ങൾ എന്തു ചെയ്തു എന്നുള്ളതിനെക്കാട്ടിലും നിങ്ങളത് എങ്ങനെ ചെയ്തു എന്നുള്ളതിലാണ് ഇവിടെ പ്രാധാന്യം. പൗരപ്രമുഖരുടെയും മത നേതാക്കന്മാരുടെയും വലിയ ഒരു മീറ്റിംഗിൽ ഒരു കൂട്ടം വലിയ സമൂഹത്തിലെ പ്രമാണികളുടെ മുമ്പിൽ വെച്ച് സൗജന്യമായിട്ട് നൽകുന്ന ഈ പഠനോപകരണങ്ങൾ വാങ്ങിക്കാൻ വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിക്കണം. അവരുടെ ഈ പടങ്ങളും ഈ വീഡിയോകളും ഒക്കെ എടുത്ത് യൂട്യൂബിലൊക്കെ കൊടുത്ത് ഞങ്ങളുടെ പാസ്റ്റർ, ഞങ്ങളുടെ പുരോഹിതൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ക്ലബ്ബ്, ഞങ്ങളുടെ സംഘടന ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് തുറന്നു കാട്ടി എന്തിനാണ് ഇങ്ങനത്തെ പ്രദർശനങ്ങൾ നടത്തുന്നത്? ഓരോരുത്തരും ഓരോ ദാനങ്ങളും സൽപ്രവൃത്തികളും ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അത് എങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രതിഫലം കിട്ടുന്നെന്നുള്ളത് എത്ര പേർക്കറിയാം? ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് നീ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് കർത്താവായ യേശു ക്രിസ്തു വ്യക്തമായി പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുന്നു: മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതി പ്രവർത്തികൾ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ സ്വർഗസ്സനായ നിങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലമില്ല. അതുകൊണ്ട് നീ ദാനം ചെയ്യുമ്പോൾ കപടഭക്തിക്കാർ മനുഷ്യരാൽ പ്രശംസിക്കപ്പെടേണ്ടതിന് പള്ളികളിലും തെരുവുകളിലും ചെയ്യുന്നത് പോലെ നിനക്ക് മുമ്പായി കാഹളം ഊതരുത്. ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, അവർക്ക് അവരുടെ പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീയോ ദാനം ചെയ്യുമ്പോൾ നിന്റെ വലത് കൈ ചെയ്യുന്നത് നിന്റെ ഇടത് കൈ അറിയരുത്. അങ്ങനെ നിന്റെ ദാനം രഹസ്യമായിരിക്കണം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഇന്നത്തെ ബൈബിൾ കാലഘട്ടത്തിലെ ദാനധർമ്മങ്ങൾക്കും ഇന്നത്തെ ദാനധർമ്മങ്ങൾക്കും ഉണ്ടായ ഒരേ വ്യത്യാസം, കാഹളം ഊതിക്കലിന് പകരം ഫ്ലെക്സുകളും ബാനറുകളും ഫേസ്ബുക്കും വാട്സപ്പും യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും വന്നു എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് നിമിഷത്തേക്ക് ഒരു കാഹളം ഊതിച്ചു എങ്കിൽ ഇവിടെ വർഷങ്ങളോളം നിൽക്കത്തക്ക രീതിയിലുള്ള കാഹളങ്ങളാണ് ഇവിടെ ഊതിക്കൊണ്ടിരിക്കുന്നത്. അതും 10-15 പേർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട്. അതായത് എന്താണ് യേശുക്രിസ്തു ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ദാനം നൽകുമ്പോൾ അതിനൊരു രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കണം. മറ്റുള്ളവർ കാണേണ്ടതിന് അല്ലെങ്കിൽ പ്രശംസ നേടേണ്ടതിന് ദാനം ചെയ്യരുത്. നിങ്ങളുടെ ദാനം രഹസ്യമായിരിക്കണം. നിങ്ങൾ ചെയ്ത ദാനം മറ്റൊരാൾ അറിയാതിരിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല, നിങ്ങളുടെ ദാനത്തിന് ഒരു നിഷ്കളങ്ക ഉദ്ദേശമുണ്ടായിരിക്കണം. അല്ലാതെ ഈ സ്പൂൺ കോരി അഭിഷക്തം ചെയ്തതിൻ്റെ കൂട്ട് സ്പൂണും പിടിച്ചിട്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ദാനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ ചെയ്ത് മറ്റുള്ളവരുടെ പ്രശംസ നേടുവാനായിട്ട് ശ്രമിക്കുന്നവർക്കുള്ള പ്രതിഫലം ഇവിടെ തന്നെ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്. രഹസ്യമായി ദാനം ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം ദൈവം തന്നെ നൽകും. ഈ പ്രതിഫലം ഈ ലോകത്തിൽ ലഭിക്കുന്ന പ്രശംസയേക്കാൾ വലുതായിരിക്കും. ഇന്ന് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ക്രിസ്ത്യൻ സമൂഹത്തിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഇത് പാലിക്കുന്നുണ്ട്? പേരിനും പ്രശസ്തിക്കും ഈ സമൂഹത്തിൽ കിട്ടുന്ന മാന്യതയ്ക്കും വേണ്ടിയിട്ട് ചില ദാനധർമ്മങ്ങളും ചില ദാനങ്ങളും കൊടുത്ത് പ്രശസ്തി നേടാൻ ആഗ്രഹിക്കുന്നവർ ഒരു വട്ടം ചിന്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ഓരോന്ന് ചെയ്യുമ്പോൾ ഇത് സ്വീകരിക്കപ്പെടുന്ന മറുവശത്തിൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്നുണ്ടോ? അവരുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ? ഹൃദയം നീറുന്നുണ്ടോ? അവർ ഈ സമൂഹത്തിൽ അപമാനിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ദാനങ്ങൾ കൊടുത്ത് മാന്യത നേടുമ്പോൾ അത് സ്വീകരിക്കപ്പെടുന്ന വ്യക്തിയുടെ മാന്യത കൂടി നിങ്ങൾ പരിഗണിക്കണം. ഒരു ജാൺ വയറിന് വേണ്ടി, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, ഒരു ശകലം വിശപ്പ് മാറുന്നതിന് വേണ്ടി നിങ്ങൾ ആർക്കെങ്കിലും ആഹാരം കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മനുഷ്യത്വമില്ലാത്തവൻ ചെയ്തതുപോലെ പബ്ലിസിറ്റി ചെയ്ത് ദയവ് ചെയ്ത് കൊടുക്കാതിരിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.